ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുഖ്യ രക്ഷാധികാരിയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് പൗൽ റമ്പാച്ചൻ, കടയനാലച്ചൻ, ആർദ്രയുടെ വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട എം.ടി. കുര്യനച്ചൻ, ആർദ്രയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന മോഹൻ ജോസഫ് അച്ചൻ, കുര്യൻ സക്രിയാച്ചൻ, ഈ ദേവലോക മരമനയുടെ മാനേജർ കുര്യനച്ചൻ, ബഹുമാനപ്പെട്ട തോമസ് കുതിരോട്ട സാർ, ആർദ്രയുടെ ട്രഷറർ, E.M. പൗലോസ് സാർ, ബഹുമാനപ്പെട്ട P.C. ഏലിയ സാർ, എടുക്കുള സാർ, കുര്യാക്കോ സാർ, പുരയ്ക്കൽ മോഹൻ, ഞാൻ ഇപ്പോഴാണ് കണ്ടത്, പഴയ ആർദ്രയുടെ പ്രവർത്തകനാണ്. അങ്ങനെ പലരും വന്നിട്ടുണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് യൂട്യൂബ് സാറ്, ആർദ്രയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സെക്രട്ടറി ഷാജി, വന്നിട്ടുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ആർദ്രയുടെ കമ്മിറ്റി അംഗങ്ങളെ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സ്കൂളിലെ കുട്ടികളെ, വളരെ അഭിമാനവും ചാരിതാർത്ഥ്യമുള്ള നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സേവന വിഭാഗമായ ആർദ്ര കഴിഞ്ഞ 12 വർഷക്കാലമായി വളരെ സജീവമായി ഈ സഭയിൽ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായി കുറേയധികം പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് മലങ്കര സഭയിൽ മാത്രമല്ല കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർദ്രയുടെ സാന്നിധ്യവും മലങ്കര സഭയുടെ സാന്നിധ്യവും ഇന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരം എം ജോസീസൺ ഹാളിൽ ചേർന്ന വിപുലമായ സമ്മേളനത്തിൽ വെച്ച് ആർദ്ര ആരംഭിച്ച 2 സേവന പദ്ധതികൾ, ആർദ്ര സ്വാതന്ത്ര്യവും ആർദ്ര വിദ്യാഭ്യാസവും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഈ വർഷത്തെ ഓണം ഇന്ന് പരിശുദ്ധ ബാവ തിരുമേനിയോടൊപ്പം ദേവലോക മരമനയിൽ ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഓണം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യ സ്കൂള് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വകയായി കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന സ്കൂളാണ്. ഒരുപക്ഷേ കോട്ടയം പോലുള്ള പ്രദേശത്തെ തെക്കോട്ട് ഇങ്ങനെ ഇത്ര വിപുലമായ പ്രവർത്തന ശൈലിയുള്ള ജനങ്ങളുടെ അംഗീകാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വടക്കൻ പ്രദേശമായ കോതമംഗലത്ത് സഭയ്ക്കുണ്ടോ എന്ന കാര്യത്തിൽ വളരെ സംശയമുണ്ട്. കഴിഞ്ഞ വർഷം ഓണത്തിന് ആർദ്രയിൽ നിന്നും സ്വാതന്ത്ര്യ സ്കൂളിൽ എത്തിയിരുന്നു. ഈ വർഷം സ്വാതന്ത്ര്യ സ്കൂളിലെ കുട്ടികളെ ഇങ്ങോട്ട് വിളിച്ച് ഒരു ഓണസദ്യ കൊടുക്കണം എന്ന് ആലോചിച്ചപ്പോൾ പരിശുദ്ധ ബാവ തിരുമേനിയോട് അനുവാദം ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ബാവ തിരുമേനി പറഞ്ഞു, പ്രത്യേകിച്ച് 29 എന്ന് പറയുന്ന തീയതി തിരുമേനിയുടെ സൗകര്യാർത്ഥം എടുത്ത തീയതിയാണ്. കുട്ടികളെ കാണുവാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുവാനും ഇന്നൊരു പ്രത്യേകതയുണ്ട്. തിരുമേനിയുടെ 70ാം ജന്മദിനം നാളെയാണ്. അപ്പോൾ ആ എല്ലാ കോൺഗ്രസുകളും ഈ ദിവസം പ്രധാനപ്പെട്ടതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നാണ് എൻ്റെ ചുമതല. ഇനി ആർദ്രയുടെ പ്രസിഡന്റായിട്ടുള്ള ചെങ്ങന്നൂരെ അത്തനസിസ് തിരുമേനി യാത്ര തിരിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് എത്തും. എങ്കിലും സമയബന്ധിതമായി 12:30 ഈ പ്രോഗ്രാമും സദ്യയും തീരാനുള്ളതുകൊണ്ട് പരിശുദ്ധ ബാവ തിരുമേനിയുടെ അധ്യക്ഷതയിൽ യോഗം നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ഞാൻ ഈ യോഗത്തിലേക്ക് കടന്നു വന്ന ബാവ തിരുമേനി ഏത് ചെറിയ കാര്യം പറയുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ദർശനം തരികയും വേണ്ട പിന്തുണ തരികയും ചെയ്തുകൊണ്ടാണ് ആർദ്ര ഇന്ന് ഇത്രയധികം വളർന്നു വന്നത്. പരിശുദ്ധ തിരുമേനി കൊണ്ട് ഏറ്റവും അനുയോജ്യരായ 10 പേരെ ആർദ്ര കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തു തന്നു. അപ്പോൾ 20 പേർ ഉൾപ്പെടുന്ന വളരെ സജീവമായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രവർത്തിക്കുകയാണ്. അതിൽ 1 പേരും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചടങ്ങിന് ഇപ്പോൾ മുഖ്യ അതിഥിയായി മാത്രമല്ല ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന പരിശുദ്ധ ബാവ തിരുമേനിയെ ആദരവോടും സന്തോഷത്തോടും കൂടി ആദരിക്ക് വേണ്ടി പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യും. തോമസ് പൗൽ റമ്പാച്ചൻ നമുക്കറിയാം, കോതമംഗലം പ്രദേശത്ത് സഭയുടെ കുമ്പ ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നടത്തി വരുന്ന റമ്പാച്ചനാണ്. കോതമംഗലം ചെറിയ പള്ളിയുടെ സാഹചര്യം നമുക്കറിയാമല്ലോ. അവിടെ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന റമ്പാച്ചൻ ഇതിൻ്റെ സ്വാഗത സ്കൂളിൻ്റെ ഒരു മുഖ്യ പ്രവർത്തകനാണ്. ഇന്ന് റമ്പാച്ചൻ എത്തിയിട്ടുള്ളത്. റമ്പാച്ചനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ദയാലച്ചൻ ഇപ്പോഴും മലങ്കര സഭ മകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗങ്ങൾ ഇതൊക്കെ. എങ്കിലും ആ സ്വാതന്ത്ര്യ സ്കൂൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹൃദയത്തിൽ തട്ടി കാര്യങ്ങൾ പറയും. അതൊരു ഓണം സന്ദേശമായി ലഭിക്കും. വളരെ ആദരവോടെ ബഹുമാനപ്പെട്ട ദയാലച്ചനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഒരു അച്ഛൻ ഈ ആർദ്രയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. തിരുവനന്തപുരത്ത് വരാത്ത എല്ലാ മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട അച്ഛനാണ് നേതൃത്വം കൊടുക്കുന്നത്. അച്ഛനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആർദ്രയുടെ ബഹുമാനപ്പെട്ട കുതിരോട് സാർ എത്തിയിട്ടുണ്ട്. കുതിരോട് സാറ് ഫ്രണ്ട് തന്നെയുണ്ട്. നമുക്കറിയാം ആർദ്രയുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ആർദ്ര മാത്രമാണ്.
തീർച്ചയായും ഞങ്ങൾ അങ്ങനെ നിന്നും അതേപോലെ തന്നെ നല്ല സ്പോൺസേഴ്സിനെയും കണ്ടെത്തി കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടെത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് കുതിരവട്ടം സാറാണ്. ലോകവ്യാപകമായി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ സൗഹൃദവും ബന്ധവും ഉപയോഗിച്ച് ആദരയ്ക്ക് ധാരാളം സാമ്പത്തിക സ്രോതസ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ ആർദ്ര നഴ്സിംഗിൻ്റെ ആർദ്ര പ്ലസ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന പദ്ധതിയുടെ 2 ലക്ഷം രൂപ ഈ കഴിഞ്ഞ ആഴ്ച കിട്ടിയത് ബഹുമാനപ്പെട്ട സാറിൻ്റെ ശ്രമഫലമാണ്. അതുകൊണ്ട് അദ്ദേഹം മുട്ടയുടെ ഒരു അസുഖമായി കുറച്ച് നാൾ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ വീണ്ടും സജീവ പ്രവർത്തനത്തിലേക്ക് വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട കുതിരവട്ടം സാറിനെ പ്രത്യേകിച്ച് എല്ലാവരുടെയും പേര് ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. ഇവിടെ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കുരുന്നച്ഛൻ, സക്കറിയാച്ചൻ, അതേപോലെ തന്നെ ഈ അഭിമുഖനുമായി അല്ലെങ്കിൽ ദേവലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വൈദിക സുഹൃത്തുക്കൾ, ആർദ്രയുടെ കമ്മിറ്റി അംഗങ്ങൾ, അതേപോലെ തന്നെ പോലും സാർ നമുക്കറിയാം കോതമംഗലം അത്തനേഷ്യസ് കോളേജ് മുൻ പ്രിൻസിപ്പലാണ്. ഒരുപക്ഷെ എൻ്റെ ഭാര്യയുടെ അധ്യാപകനാണ്. മാത്രമല്ല കോതമംഗലവും ഞാനുമായിട്ടുള്ള ബന്ധം, കോതമംഗലം എൻ്റെ 2ാം ഭവനമാണ്. എൻ്റെ ഭാര്യയുടെ കോതമംഗലമാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അപ്പോൾ അങ്ങനെയല്ല പിന്നെ 8 ദിവസം എത്തിയിട്ടുണ്ട്. കോതമംഗലമായിട്ടുള്ള ആ ബന്ധത്തിൽ പലരെയും കണ്ടപ്പോൾ സന്തോഷമുണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഏലിയ സാർ വന്നിട്ടുണ്ട്. ഏലിയ സാർ ഈ സ്കൂളിൻ്റെ ലൈഫ് മെമ്പറാണ്. ഇടുക്കുള സാറ് ഈ സ്കൂളിൻ്റെ ലൈഫ് മെമ്പറാണ്. കുര്യാക്കോസ് സാറ് ലൈഫ് മെമ്പറാണ്. പിന്നെ പുരക്കൽ കൊച്ചുമോൻ, അദ്ദേഹം ഇന്ന് കോട്ടയത്തെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനാണ്. ആർദ്ര തുടങ്ങുമ്പോൾ ആർദ്രയ്ക്ക് വേണ്ട ഒരു ശക്തിയായിട്ട് നിന്നുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ അമ്മച്ചനായിരുന്നോ സെക്രട്ടറി എന്നുള്ളത് അതാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ടാക്സ് സാറിൻ്റെ സഹോദരി പുത്രനാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ ഈ മോൻ ജോസഫിനോട് പറഞ്ഞു, അച്ഛനെ പുരക്കലും മോനെ ഒന്ന് വിളിച്ചു വരുത്തണം. അച്ഛൻ വിളിച്ചു, മോൻ വന്നു. ഇനിയും തീർച്ചയായും ഇതിന് പ്രവർത്തനം സഹകരിക്കും. മോനെയും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഞാൻ പേരെടുത്ത് പറയുമ്പോൾ പലരും ഉണ്ട്. കമ്മിറ്റി അംഗങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പലരും എത്തിച്ചേർന്നത് വനിതാ ഫോറം, ആർദ്രയുടെ വനിതാ ഫോറം വളരെ സജീവമാണ്. അതിൻ്റെ കൺവീനർ ശോശാമപാത്രൻ, ആ ഒരു റോ മുഴുവൻ ആർദ്രയുടെ വനിതാ പ്രവർത്തകരാണ്. പിന്നീട് മാവേലി വന്നിട്ടുണ്ട്. 2 മാവേലിമാരുണ്ട്. നമുക്കറിയാം രാവിലെ മാവേലി കടന്നു വരികയും ബാബാദേവിനെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. അതേപോലെ തന്നെ ഇവിടുത്തെ സ്കൂളിലെ മാവേലി എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പൂക്കളം ഒരുക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അത്ഭുതം തോന്നും, ഈ ദേവലോക അരമനയിലെ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് ആ പൂക്കളം ഇട്ടിരിക്കുന്നത്. രാവിലെ വന്ന് പൂക്കളം ഇട്ടു. അങ്ങനെ വളരെ സന്തോഷമായ അവസരത്തിൽ കടന്നു വന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ കൊച്ചു ടീച്ചറാണ് ആതിര, അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റിൽപ്പെട്ടവർ എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇതിൻ്റെ ജീവനാഡിയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ മത്തായിടനാൽ ഓർബിസ്കോപ്പാച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സാന്ത്വനം സ്കൂളിലെ ഭിന്ന ശേഷിയുള്ള കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, അവരുടെ രക്ഷകർത്താക്കളെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ആദ്യമായിട്ടാണ് ആർദ്ര സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരമുള്ള ഒരു ഓണാഘോഷം എന്ന് നമുക്ക് പറയാം. എന്തെങ്കിലും ആഘോഷം നടത്തുന്നതിന് ഏതെങ്കിലും ഒരു ബ്രാൻഡ് നെയിം നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ഓണാഘോഷം ഇന്ന് നമ്മൾ ഇവിടെ സമ്മേളിക്കുന്നത്. സാന്ത്വനം സ്കൂളിലെ കുട്ടികളുടെ സാന്നിധ്യമാണ് ഇതിനെ ശോഭയുള്ളതാക്കുന്നത്. ആർദ്ര സൊസൈറ്റിക്ക് വേണമെങ്കിൽ തനതായ രൂപത്തിൽ ഒരു ചെറിയ ഓണാഘോഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തന ശൈലിയിലല്ല, അതിൻ്റെ ബാഹ്യ പ്രകടന ശൈലിയിൽ ആർദ്ര സൊസൈറ്റിക്ക് അതിൻ്റെതായ നിലയിൽ ഒരു ഓണാഘോഷം വേണമെങ്കിൽ ഇവിടെ നടത്താം. പക്ഷേ ഈ ഓണാഘോഷത്തിൻ്റെ ശോഭ എന്ന് പറയുന്നത് കോതമംഗലത്ത് കനകര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഉടമസ്ഥതയിൽ നടത്തപ്പെടുന്ന സാന്ത്വനം സ്കൂളിൻ്റെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ സാന്നിധ്യമാണ്. അവരുടെ അധ്യാപകരും രക്ഷകർത്താക്കളും അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ചുമതലക്കാർ, അവരുടെയൊക്കെ സാന്നിധ്യമാണ് ഇത് സുഗന്ധമുള്ള സമ്മേളനമായി തീരുന്നത്. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഒരുപാട് സന്ദേശങ്ങൾ, സമ്മാനങ്ങൾ ഒക്കെ കൈമാറുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, വിഷ് യു എ ഹാപ്പി ഓണം. വിഷ് യു എ ഹാപ്പി ഓണം. സന്തോഷമുള്ള ഒരു ഓണാശംസ നിങ്ങൾക്കുണ്ടാകട്ടെ.
എന്താണ് സന്തോഷം? സന്തോഷം എന്ന് പറയുന്നത് നല്ല ഒരു ഭക്ഷണം കഴിക്കുന്നതാണ്. സന്തോഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആശംസ കൊടുക്കുന്നതോ വാങ്ങിക്കുന്നതോ ആണോ? സന്തോഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാരിതോഷികമോ സമ്മാനമോ സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ നൽകുന്നതോ ആണോ? അതൊക്കെ ആണ് നാം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഈ സന്തോഷത്തിന്റെ കാരണമായിട്ട് നാം മനസ്സിൽ കരുതാറുള്ളത്. എൻ്റെ പെരുന്നാളിലെ ഓണാഘോഷം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഒരു സ്വാതന്ത്ര്യമുള്ള ദിവസമാണ്. ഒരു 7 മണി 8 മണിക്ക് അമ്മ തരുന്ന ആഹാരം എന്തെങ്കിലും കഴിച്ച് പുറത്തിറങ്ങിയാൽ ഇടയ്ക്കിടയ്ക്ക് സമൻസ് ഒന്നും ഉണ്ടാകുകയില്ല. എവിടെ വേണേ കളിക്കാൻ പോകണം, പന്ത് കളിക്കാം, അതിലെതിരെയൊക്കെ ചാടി ഓടി നടക്കാം. അങ്ങനെ ഓടിക്കതച്ച് ക്ഷീണിച്ച് വരുമ്പോൾ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഒരു ആഹാരം അവിടെ ഒരുക്കുക. അതിനിടയിൽ പുത്തൻ ഉടുപ്പുകൾ, ഓണക്കോടി. തെക്കൻ ഭാഗത്ത് ഓണാഘോഷമൊന്നുമില്ല. ഇവിടെ ഒരു വള്ളംകളിയുണ്ട്. വടക്കൻ ഭാഗത്തോട്ട് പോകുന്നതും ഓണാഘോഷം അതിൻ്റെ താഴെ തട്ടിലുള്ളവർക്ക് ഇതിനേക്കാൾ പ്രൗഢഗംഭീരമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. വിഭവസമൃദ്ധമായ ഒരു ഉച്ചയൂണ് ഉണ്ടാകും. ഉള്ള വീട്ടിലും ഇല്ലാത്ത വീട്ടിലും ഉണ്ടാകും. അവരവരുടെ കഴിവുകൾക്ക് അനുസരിച്ച് ആ ആഹാരം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങുകയാണ്. സ്ത്രീകളാണെങ്കിൽ തിരുവാതിര കളിക്കുകയോ അല്ലെങ്കിൽ കൂട്ടമായിട്ട് മറ്റെന്തെങ്കിലും കളിക്കുകയോ ഒക്കെ ചെയ്യും. കുട്ടികൾ കളിക്കുമോ വീണ്ടും സന്ധ്യ ആളുകൾ ഓടിക്കത്തിച്ച് വന്ന് വീണ്ടും സന്ധ്യയ്ക്കുള്ള വീടിനകത്തുള്ള ഓണാഘോഷം പോലെ. ഞാൻ പറഞ്ഞത് ഹാപ്പി ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആനന്ദവും സന്തോഷവുമാണ് അത് മുഖാന്തരമായിട്ട് നമുക്ക് ലഭിക്കേണ്ടത്. ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരെ വളർത്തിയെടുക്കുവാനുമാണ് മലങ്കര സഭ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത്. ഒരുപാട് മറ്റ് വിധത്തിലുള്ള വൈതരണികളും വിഷമസന്ധികളും ഒക്കെ സഭയിലുണ്ടെങ്കിലും ആ സഭയുടെ പ്രവർത്തനത്തെ സുഗന്ധപൂർണമാക്കി തീർക്കുന്നത്, ശോഭയുള്ളതാക്കി തീർക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഈ 6-7 വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലത്ത് ഇപ്രകാരമുള്ള ഒരു സ്ഥാപനം ആരംഭിക്കണമെന്ന് പ്രിയപ്പെട്ട ഇളയനാലച്ചനും തക്ലാട്ട് ജോർജച്ചനും അവിടെയുള്ള സ്നേഹിതന്മാരും ഒക്കെ ആഗ്രഹിച്ചപ്പോൾ അത് വളരെ നല്ലതായിരിക്കുമെന്ന് അഭിപ്രായം എൻ്റെ മനസ്സിൽ ഉണ്ടാകാതിരുന്നില്ല. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം കോതമംഗലം എന്നുള്ള പദപ്രയോഗം മനസ്സിൽ ഉണർത്തുന്ന ചിന്തകൾ അത്ര സുഖകരമാണ്. അപ്പോൾ അവിടെ ഭിന്നശേഷിയുള്ള ജാതി മത വർഗ വർണ്ണഭേദമന്യേ ഏതാനും കുട്ടികളെ അവരെ വളർത്തിയെടുക്കുവാനുള്ള ഒരു പരിശ്രമം ഇതിന് പുറകിലുണ്ട്. ഭിന്നശേഷി എന്ന് പറയുമ്പോൾ അവർക്കും ചില കഴിവുകളുണ്ട്. ഇവിടെ ജൂണോയുടെ പാട്ട് നമ്മൾ കേട്ടു. ഇനിയും പലതും ജൂണോയെ പോലെയുള്ള സ്നേഹിതന്മാരുടെ പലതും ഇവിടെ കേൾക്കാനുണ്ട്. അതെല്ലാം അതിമനോഹരമാണ്. ശേഷിയുണ്ട് എന്ന് വിചാരിക്കുന്നവരെക്കാളും മനോഹരമാണ് ശേഷിയില്ല എന്ന് മുദ്ര വെക്കുന്ന കുട്ടികളിൽ നമ്മൾ കാണുന്നത്. അത് ആധുനിക കാലഘട്ടത്തിലെ നമ്മെ കണ്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇന്ന് മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്ത കാലമാണ്. മനുഷ്യൻ 2 കാലിന്മേലാണ് നടക്കുന്നത്, മൃഗം സാധാരണ 4 കാലിന്മേൽ നടക്കും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് മൃഗമാണ്, ഇത് മനുഷ്യനാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുമായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ജീവിതശൈലി കൊണ്ട് പ്രവർത്തന ശൈലിയിലും നാം ഒന്ന് വിശകലനം ചെയ്താൽ, ഗവേഷണം ചെയ്താൽ മൃഗമാണ് കുറെ കൂടെ ബുദ്ധിയുള്ള
ഈശ്വര സൃഷ്ടിയായിട്ട് ചിലപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. രണ്ട് കാലിൽ നടക്കുന്നവരെല്ലാം മനുഷ്യനാണ് എന്ന് പറയുമ്പോഴും ഈ നാല് കാലിന്മേൽ നടക്കുന്ന മൃഗത്തെക്കാൾ മെച്ചപ്പെട്ടതാണോ എന്ന് ചിലപ്പോഴൊക്കെ ആരെങ്കിലും ചിന്തിച്ചു പോയെങ്കിൽ അതാരുടെയും കുറ്റമല്ല. നന്മ എന്തെന്ന് തിരിച്ചറിയുവാൻ പലപ്പോഴും മനുഷ്യമൃഗത്തിന് കഴിവില്ലാതെ പോകുന്നു എന്നുള്ളത് വസ്തുതയാണ് ആധുനിക കാലഘട്ടത്തിലെ. ഇന്ന് നമുക്കറിയാം, പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ നാം കേൾക്കുന്ന വാർത്തകൾ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധം, വ്യത്യാസം എന്ത് എന്ന് നമുക്ക് അത് പറയാനൊക്കാത്ത, നിർവചിക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിൽ ആയിത്തീരുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഭിന്നശേഷിയുള്ള ഏതാനും കുഞ്ഞുങ്ങളുടെ സാന്നിധ്യവും പ്രകടനവും സുഗന്ധമുള്ള പുഷ്പങ്ങളായി ഈ അന്തരീക്ഷത്തില് നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മനസ്സിൽ ഇന്ന് ഓണാഘോഷമുണ്ട്. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോഴും അവർ ആനന്ദിക്കുന്നുണ്ട്. ആരോടെങ്കിലും ഒരു പകയോടെ അവർക്ക് പെരുമാറാൻ കഴിയുമോ എന്ന് സംശയമാണ്. അങ്ങനെയുള്ള ദുർബുദ്ധിയുടെ ഒരു ഒരു തിളക്കം നമ്മേക്കാൾ അല്ല അവരിൽ ഉണ്ടാകാൻ ഇടയില്ല. അപ്പോൾ ഇത് എന്തിനാണ് ഈ സൃഷ്ടികർത്താവ് ഇങ്ങനെയുള്ള വിവിധങ്ങളായ മനുഷ്യ സൃഷ്ടികളെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തിയത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമുള്ളൂ. ഇതെല്ലാം മനുഷ്യന് തന്നെ പാഠങ്ങളായി തീരാനുള്ള, മനുഷ്യൻ തന്നെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വിവേചന ബുദ്ധിയോടെ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് നന്മയുടെ പാതയിൽ ഈ പ്രപഞ്ചത്തിലെ സർവരെയും നയിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഈശ്വരന്റെ സൃഷ്ടാവിന്റെ തന്നെ ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ ഭാഗമല്ലേ ഇതൊക്കെ എന്ന് ചിന്തിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആരും എല്ലാ തലത്തിലും തികഞ്ഞവരായിരിക്കുകയില്ല, കഴിവുള്ളവരായിരിക്കുകയില്ല. വ്യത്യസ്തമായ കഴിവുകളും ഒക്കെയാണ് ഈശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരുന്നത്. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവ് എന്ത് തന്നെയായാലും അത് നന്മയുടെ പാതയിൽ ആ കഴിവുകൾ ഉപയോഗിക്കപ്പെട്ട് ഈ പ്രപഞ്ചത്തെ ഈശ്വരമയമാക്കി മാറ്റുമെങ്കിൽ അവിടെയാണ് ആനന്ദം, അവിടെയാണ് ഹാപ്പിനെസ്. അപ്പോൾ മാത്രമാണ് വിഷ് യു എ ഹാപ്പി ഓണം എന്ന് പറയുന്നത് അന്വർത്ഥമായി തീരുകയുള്ളൂ. മനഗ്രോട്ടർ സുറിയാനി സഭയുടെ സേവന ശാഖയാണ് ആർദ്ര. ഉച്ചരിക്കാൻ അല്പം നാവിന് വഴക്കക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആർദ്രതയുള്ളൊരു മനസ്സ്, ഇത് മനുഷ്യ മനസ്സുകളിൽ ധാരാളം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അന്യന്റെ വേദന തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരാളും ഏകനായി പൂർണ്ണതയുള്ള ഒന്നായി തീരാൻ കഴിയുകയില്ല. ആശ്രയിച്ച് ജീവിക്കാതെ മനുഷ്യൻ സാധ്യമല്ല. എല്ലാ മനുഷ്യജീവിയും ആശ്രയിച്ച് മറ്റാരെങ്കിലും ആശ്രയിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഒരുപക്ഷെ നമ്മുടെ അമ്മമാരോടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോടായിരിക്കാം, സഹോദരനോടായിരിക്കാം, അങ്ങനെ പലരോടുമായിരിക്കാം നമുക്ക് ആശ്രയിച്ച് ജീവിക്കാനേ ഒക്കുള്ളൂ. പക്ഷെ അത് നാം സ്വയം മറക്കുകയും അത് മറന്നുകൊണ്ട് സ്വാർത്ഥതയോടെ മാത്രം ജീവിതത്തെ നോക്കിക്കാണുകയും എന്ത് ലഭിക്കും എന്ന മുദ്രാവാക്യം മറച്ചു വെച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു സ്വഭാവവിശേഷം ആധുനിക മനുഷ്യനിലെ വളരെ കൂടുതൽ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഞാൻ നിരൂപിക്കുന്നില്ല. ഇന്നൊരു പ്രസംഗത്തിന് പ്രസക്തിയുള്ള ദിവസമല്ല ഇതെന്ന് നല്ലതുപോലെ അറിയാം. ഈ ഓണാഘോഷ മുഖാന്തരമായിട്ട് ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാനുള്ള സന്ദേശം ഇതാണ്: മനുഷ്യന്റെ നന്മയെ വിവേചന ബോധത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് സൃഷ്ടാവിന്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രവർത്തന ശൈലികൾ നമുക്ക് ഈ ഭൂമുഖത്ത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നുകരുന്ന അല്ലെങ്കിൽ
പുറപ്പെടുന്ന ആ സന്തോഷവും ആനന്ദവുമാണ് യഥാർത്ഥ ഓണാഘോഷത്തിൻ്റെ കാതൽ എന്ന് കരുതട്ടെ. അതോടൊപ്പം തന്നെ ബാഹ്യമായി നമുക്ക് സന്തോഷിക്കുവാനുള്ള വക ഈ ദേശീയോത്സവത്തിനുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഓണം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ സഹോദരങ്ങളുടെ സമൂഹത്തിൻ്റെ ഒരു ഉടമസ്ഥതയിലുള്ള ഒരു ആഘോഷമായിട്ട് നമ്മൾ കരുതിയിരുന്നെങ്കിലും ഇന്ന് അപ്രകാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ദേശീയ ഉത്സവമാണ്. ജാതി മതവർഗ വർണ്ണ ഭേദമന്യേ ഏവർക്കും ഈ ദേശീയ ഉത്സവത്തിൽ ചെറിയ ചെറിയ പങ്കാളിത്തമുണ്ട്. അതിൻ്റെ മതപരമായ മാനങ്ങൾ, മതപരമായ നിർവചനങ്ങൾക്കപ്പുറമായി തന്നെ ഈ ആഘോഷങ്ങൾക്കൊക്കെ അതിന് പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് സാന്ത്വനം സ്കൂളിലെ കുഞ്ഞുങ്ങളെയും അതിൻ്റെ പ്രവർത്തകരെയും അതുപോലെ തന്നെ ആർദ്ര സൊസൈറ്റിയുടെ അതിൻ്റെ ഭാരവാഹികളെയും അതിൻ്റെ പ്രവർത്തകരെയും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് എല്ലാവർക്കും ഞാൻ ഓണാശംസിക്കുന്നു. എനിക്കിന്നിവിടെ പറയാൻ ഒരു സന്ദേശമല്ല, മറിച്ച് സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ മനസ്സിലായി കാണും സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ എന്താണെന്നുള്ളത്. ഞങ്ങളുടെ കുട്ടികളുടെ കുറച്ച് ചെറിയ പരിപാടികളാണെങ്കിലും ഇവിടെ നടന്നതിൽ എന്താണ് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ നടക്കുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിനെ സംബന്ധിച്ച് 100% സത്യമാണ്. കാരണം മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഞങ്ങളുടെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ കഴിവാണ് പരസ്പര മത്സരബുദ്ധിയോ എൻ്റേതെന്ന് സ്ഥാപിക്കാനോ ഉള്ള കഴിവ് അവർക്കില്ല. കുശുമ്പോ വൈരാഗ്യമോ പരസ്പരം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് വഴക്കോ പിണക്കമോ ഞങ്ങളുടെ കുടുംബത്തിലില്ല. 72 മക്കളെയും അതുപോലെ ഒരുപോലെ വഴക്കും പിണക്കവും ഇല്ലാതെ പോകുന്ന മറ്റ് ടീച്ചേഴ്സ് സ്റ്റാഫുകളും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഞങ്ങളെ പിന്താങ്ങുന്ന ഞങ്ങളുടെ വലിയ മാനേജ്മെൻറ്റ് ടീം, ഇവരുടെ എല്ലാവരുടെയും വലിയ ഒരു ഒത്തൊരുമയോടെയാണ് കോതമംഗലത്ത് സാന്ത്വനം പ്രവർത്തിച്ചു വരുന്നത്. ആദ്യമായി എനിക്കവിടെ ഉള്ളൊരു പ്രിൻസിപ്പൽ പോസ്റ്റിനേക്കാളും ഏറ്റവും ഇഷ്ടം ജോർജ് അച്ഛൻ്റെ ഇപ്പോഴത്തെ നല്ലൊരു സ്റ്റുഡൻറ്റ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം അച്ഛൻ്റെ കീഴിലുള്ള വലിയൊരു ട്രെയിനിങ് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ തരുന്നുണ്ട്. ഇടയനാളച്ഛൻ്റെ പഴന്തോട്ടത്ത് പരിപാടിക്ക് പോയപ്പോഴും ഞങ്ങൾ അച്ഛന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അതിലെ വാക്കുകൾ പോലും എങ്ങനെ ഉച്ചരിക്കണം, എങ്ങനെ പറയണം എന്ന് പറഞ്ഞു തരുന്ന, എത്ര പ്രാവശ്യം പോലും പറഞ്ഞു തരാനും മടിയില്ലാത്ത ഞങ്ങളുടെ ജോർജ് അച്ഛൻ്റെ കീഴിൽ ഞങ്ങൾ എല്ലാവരും പുതിയ പുതിയ വിദ്യകൾ അഭ്യസിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂള് സാധാരണ നോർമൽ സ്കൂളുകളെ പോലെ ക്ലാസ്സുകളായിട്ടല്ല തിരിച്ചിരിക്കുന്നത്. കെയർ ഗ്രൂപ്പ് 1, കെയർ ഗ്രൂപ്പ് 2, കെയർ ഗ്രൂപ്പ് 3, അത് കഴിഞ്ഞാൽ പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, വൊക്കേഷണൽ, ഇങ്ങനെയാണ്. നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ എല്ലാവരുടെയും ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെയും കണ്ണിൽ ഇതെന്താണ് എന്നുള്ളൊരു അത്ഭുതഭാവം. അതായത് കെയർ ഗ്രൂപ്പ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് കെയർ ഗ്രൂപ്പ് എന്നുള്ളത്. അതായത് സെറിബ്രൽ പാൾസി, ഓട്ടിസം, ഇങ്ങനെ വെവ്വേറെ കാറ്റഗറിയിലുള്ള കുട്ടികളെ ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റിൻ്റെ 2 മിനിറ്റ് ടോക്ക് ഉണ്ട് ഇവിടെ. ടീച്ചർ ഇതെല്ലാം വിശദമായിട്ട് നിങ്ങളോട് പറയും. തീരെ വയ്യാത്ത, അതായത് അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് സിമ്പിളായിട്ട് ചോദിച്ചാൽ, നമ്മൾ ഓരോരുത്തരും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടണമെങ്കിൽ നിമിഷ നേരം കൊണ്ട് ആ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് അവരത് പഠിച്ചു വരുന്നത് 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ആയിരിക്കും.
അമ്മ എന്ന് പോലും വിളിക്കാൻ കഴിവില്ലാത്ത കുട്ടികളാണ്. അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അതെൻ്റെ അമ്മയാണ് എന്ന്, പക്ഷേ അത് പ്രൊണൗൺസ് ചെയ്യാൻ പോലും കഴിവില്ലാത്ത കുട്ടികളാണ് കെയർ ഗ്രൂപ്പ് 1-ലും 2-ലുമായി സാന്ത്വന സ്കൂളിൽ പരിശീലനം നേടി വരുന്നവർ. കെയർ ഗ്രൂപ്പ് 3-ലേക്ക് വരുമ്പോൾ ഒരുവിധം എഴുതാൻ, അതായത് മോട്ടോർ എബിലിറ്റി എന്ന് പറയും, ആ എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് ഞങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ബിന്ദു ടീച്ചർ. ഫിസിയോതെറാപ്പി എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന സെക്ഷനാണ് പ്രീ പ്രൈമറി. 5 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രീ പ്രൈമറിയിലുള്ളത്. മിടുക്കരായിട്ട് വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ സ്കൂളിലും ഇറങ്ങുന്ന പുതിയ പടത്തിൻ്റെ പാട്ടുകൾ വരെ പാടുന്ന ഞങ്ങളുടെ ന്യൂ ജനറേഷൻ കുട്ടികളാണ് പ്രീ പ്രൈമറിയിലുള്ളത്. പ്രൈമറി സെക്ഷനിലേക്ക് വരുമ്പോഴും വാക്കുകളും അക്ഷരങ്ങളും എഴുതാൻ പഠിക്കുകയാണ്. പ്രീ പ്രൈമറിയിൽ പഠിക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ അതിന് പറയാൻ ഒറ്റ ഉത്തരവേ ഉള്ളൂ: റ, ന, ത, പ. ഇതെല്ലാം റായുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സാണ്. അവർക്കത് പഠിച്ചു വരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ 2 വർഷം കൊണ്ട് റ എന്ന അക്ഷരം അവരെഴുതാൻ പഠിക്കും. അതിനുശേഷമാണ് റായുമായിട്ട് കൂട്ടിച്ചേർത്തുണ്ടാകുന്ന ന എന്ന അക്ഷരം പഠിക്കുന്നത്. അങ്ങനെ മലയാള അക്ഷരങ്ങൾ നമ്മൾ ആയി പഠിക്കുമ്പോൾ ഇവരാദ്യം പഠിക്കുന്ന റ എന്ന അക്ഷരമാണ്. അത് പഠിച്ചു കഴിഞ്ഞ് വരുന്നതാണ് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ വാക്കുകൾ എഴുതാൻ പഠിക്കും. അങ്ങനെ സെക്കൻഡറി ക്ലാസ്സിലേക്ക് വരുമ്പോൾ കണ്ടിന്യൂവേഷൻ ഇല്ലാതെ, അതായത് വെക്കേഷൻ ക്ലാസ്സുകളിൽ പോലും, വെക്കേഷൻ ടൈമിൽ പോലും വീട്ടിലിരുന്ന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അവർ പഠിക്കുന്നില്ല എങ്കിൽ തിരിച്ച് സ്കൂളിൽ വരുമ്പോൾ ടീച്ചേഴ്സ് പിന്നെ ആദ്യം മുതൽ റ മുതൽ പഠിപ്പിക്കണം. അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ. സെക്കൻഡറി ക്ലാസ്സിൽ അവർ നന്നായിട്ട് എഴുതാനും പഠിക്കാനും ഒക്കെ ചെയ്യും, വായിക്കുകയും ചെയ്യും അത്യാവശ്യം. വൊക്കേഷണൽ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഗവൺമെൻറ് എയ്ഡഡ് ആക്കണം എന്നുള്ള ഒരു ശ്രുതി വന്നതുകൊണ്ട് വൊക്കേഷണൽ സെക്ഷൻ എന്താണെന്നുള്ളത്, അതായത് സ്വയം പര്യാപ്തത നേടുവാൻ വേണ്ടി മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ള കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം ചെയ്യുന്നതാണ് വൊക്കേഷണൽ സെക്ഷൻ. സാന്ത്വന സ്പെഷ്യൽ സ്കൂളിൽ വന്നിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞങ്ങളവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. മെഴുകുതിരി, പേപ്പർ കവർ യൂണിറ്റ്, ജ്വല്ലറി മേക്കിംഗ്, സോപ്പ് പൊടി, ഫിനോയിൽ, ഇതെല്ലാം ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിച്ച് ചെയ്യുന്നുണ്ട്. ഏറ്റവും സൂപ്പർ സീനിയർ ആയിട്ടുള്ള ടീച്ചർ സെലിൻ ടീച്ചറാണ് വൊക്കേഷണൽ സെക്ഷൻ്റെ ഇൻചാർജ്. അതുപോലെ മറ്റ് ക്ലാസ്സിലെ ടീച്ചേഴ്സിനെ എനിക്കിപ്പോൾ ഇവിടെ ഇന്ന് പരിചയപ്പെടുത്തണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവരും കുട്ടികളെ റെഡിയാക്കുന്ന തിരക്കിലാണ്. അവരെ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വിളിക്കാം, മോൻ ഷർട്ട് ഇട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികളെ അവിടെ നിർത്തിയിട്ട് വന്നാൽ ടീച്ചർമാർ ഇവിടെ എത്തുന്ന കൂടെ അവരും ഇവിടെ വരും, അവരവിടെ തന്നെ നിൽക്കില്ല. അതുകൊണ്ടാണ് അവരെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ. വൈകുന്നേരം പോകുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴെങ്കിലും നിങ്ങളെ എല്ലാവരെയും ഞാൻ ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ നിന്ന് ഇപ്പോൾ മാറാൻ പറ്റില്ല, അത് കാരണം കൊണ്ടാണ് അവരാരും ഇങ്ങോട്ട് വരാത്തത്. ഇത്രയാണ് വൊക്കേഷണൽ സെക്ഷൻ സാന്ത്വന സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ അവിടെ കൊടുത്തു വരുന്ന മറ്റ് തെറാപ്പികളാണ് ഡെവലപ്മെൻറ്റ് തെറാപ്പി, അതിനോടൊപ്പം തന്നെ സ്പീച്ച് തെറാപ്പി ഉണ്ട്, ബോൾ തെറാപ്പി, ഫിസിയോതെറാപ്പി, വൊക്കേഷണൽ തെറാപ്പി. എല്ലാവരും സാന്ത്വന സ്കൂളിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വരണം. ഞങ്ങളുടെ കുട്ടികൾക്ക് മറ്റെന്തിനേക്കാളും വലിയൊരു പ്രോത്സാഹനമാണ് വേറെ ഒരു ഹോളിൽ നിറഞ്ഞിരിക്കുന്നതിനേക്കാളും 4 ആൾ കൂടി നിന്ന് കൈയടിക്കുന്നതിലും വലിയൊരു പ്രോത്സാഹനം സാന്ത്വന സ്പെഷ്യൽ സ്കൂളിലെ കുഞ്ഞുമക്കളുടെ മനസ്സ് കവരാൻ വേറെ ഒന്നും വേണ്ട. ഒരു പൂ കൊടുത്താൽ പൂ വാടിപ്പോകുമെന്ന് ചിന്തിക്കാൻ അവർക്കറിയില്ല. പക്ഷേ ഇവിടെ കിട്ടുന്ന ആ കൈയടി ജീവിതകാലം മുഴുവൻ അവർ മറന്നു പോവാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന വലിയൊരു കാര്യമാണ്. അന്ന് ഇവിടെ ഇപ്പോൾ കിട്ടുന്ന ആ ഒരു പ്രോത്സാഹനം അത് വളരെയധികമാണ്. നിങ്ങളോട് എല്ലാവരോടും എന്ത് പറഞ്ഞ് നിർത്തണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ വലിയൊരു കയ്യടിയെ ഞാൻ എൻ്റെ പേരിൽ നിങ്ങളോട് വളരെയധികം നന്ദി പറയുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റെല്ലാവർക്കും, എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാരവാഹികൾക്കും പറഞ്ഞാൽ തീരില്ല, എന്നാലും വളരെയധികം നന്ദി ഞാനിപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ പറയുകയാണ്. വളരെയധികം താങ്ക്സ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒതുക്കി തന്നതിന്. പാമ്പാടി സാറ്, ഐസക് സാറ് ഓണത്തിന് മുമ്പ് തന്നെ ഞങ്ങളുടെ സ്കൂളിൽ വന്നിരുന്നു.
അന്ന് ഞങ്ങളുടെ അബിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൂടാതെ ഓഗസ്റ്റ് 15-ന് ഞങ്ങൾ കലാ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾക്കൊരു ചെറിയ സമ്മാനം കിട്ടിയതിൽ സാറാണ്, അപ്രതീക്ഷിതമായി സാർ അവിടെ എത്തിയെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ആ സമ്മാനം സാറാണ് കൊടുത്തത്. കലാ ഓഡിറ്റോറിയത്തിൽ പാട്ട് ദേശഭക്തി ഗാനത്തിന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. സാറ് കൊടുത്തതിൽ വളരെയധികം സന്തോഷത്തിലായിരുന്നു. സാറാണ് സമ്മാനം തന്നത്, അവിടെ പോയി കിട്ടിയതല്ല. അന്നേരം കിട്ടിയത് സാറിൻ്റെ കയ്യിൽ നിന്ന്. സാറാണ് സമ്മാനം തന്നത്. അത്രയധികം സന്തോഷിച്ചാണ് അന്ന് ഞങ്ങൾ സ്കൂളിൽ പോയത്. ഓരോ ദിവസവും വരുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത്, ഞങ്ങളുടെ ആൻറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ അങ്കിൾ അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ, ഈ ഒരു ചിന്തയാണ് ഞങ്ങളുടെ മക്കൾക്ക്. അതുകൊണ്ട് അവരെ എല്ലാവരെയും നല്ല കയ്യടിയിലൂടെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടി താങ്ക്സ് പറയുന്നു, എന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതിന്. ഫാമിലിയിൽ നിന്ന് വളരെയധികം ഒരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ നിമിഷം ഞാൻ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും താങ്ക്സ് പറയുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രവർത്തകരെ, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ഇവരിൽ അലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സേവന വിഭാഗമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി. വിവിധ മേഖലകളിൽ കേന്ദ്രീകരിച്ച് ഞങ്ങൾ പ്രവർത്തനം നടത്തിയിരുന്നു. ഈ വർഷം ഓണവുമായി ബന്ധപ്പെടുത്തി ഈ ലെസ്ബർ ജില്ലയിലായിരുന്ന കുട്ടികളുടെ ഒരു പ്രോഗ്രാം നടത്തണമെന്നും അവർക്ക് ഓണസദ്യ കൊടുക്കണമെന്നും തീരുമാനിച്ചതനുസരിച്ചാണ് ഞങ്ങളുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ഐസക് അവരുമായി ബന്ധപ്പെട്ട ഈ പ്രോഗ്രാം ഈ വിധത്തിൽ ക്രമീകരിച്ച് ഞാൻ ഓർമ്മിക്കട്ടെ. ഇങ്ങനെയുള്ള ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ദൈവത്തിന് തന്നെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഒന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത തലമുറയ്ക്ക് നല്ല മാർഗനിർദ്ദേശം നൽകുന്നുവെങ്കിൽ അവരുടെ ടേൺ വരുന്ന സമയത്ത് അത് തിരിച്ച് സമൂഹത്തിന് കൊടുക്കുമെന്നുള്ളത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണ്. ഞാൻ 1966 മുതൽ ഗുജറാത്തിൽ താമസിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. 85-ലാണ് മെത്രാപ്പൊലീത്തായി ചെങ്ങന്നൂരിലേക്ക് കടന്നു വന്നത്. എന്നിരുന്നാലും അവിടെയുള്ള എൻ്റെ സ്ഥാപനങ്ങൾ ഇന്നും ഭംഗിയായിട്ട് അവിടെ പ്രവർത്തിച്ചു വരുന്നു. ഈ മാസം 7-ാം തീയതി ഞാൻ ബറോഡയിലേക്ക് കടന്നു എന്ന് എയർപോർട്ടിൽ നിന്ന് പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ 2006 ബാച്ചിലെ ഏതാനും വിദ്യാർത്ഥികൾ എന്നെ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, ഫാദർ വി വാണ്ട് ടു ഹാവ് എ മീറ്റിംഗ് വിത്ത് യു, ബിഷപ്പിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു കമ്പ്യൂട്ടർ സ്കൂൾ ടുമോറോ ഒരു ദിവസം സ്കൂളിൽ വന്നു. ഏതാണ്ട് 10 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു സംഘമാണ്. കൂടുതൽ അതിൽ അംഗങ്ങളുണ്ട്. വന്നത് കേവലം 10 പേരാണ്. അതിലൊരാൾ ബറോഡയിൽ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജിസ്റ്റാണ്. വേറൊരാൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹിയിൽ റോബോട്ടിക് എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് PhD നടത്തിയിട്ടുള്ള ഒരാളാണ്. വേറൊരാൾ ബിടെക്കിന് ബറോഡ യൂണിവേഴ്സിറ്റിയിൽ പാസ്സായ അവസരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഗോൾഡ് മെഡലിസ്റ്റായി. വേറൊരാൾ MBA. വേറെ പെൺകുട്ടി വൈൽഡ് ലൈഫിനെ കുറിച്ച് റിസർച്ച് നടത്തുന്ന ഒരാളാണ്. മറ്റൊരാൾ ഓസ്ട്രേലിയയിലെ ഒരു പേസ്ട്രി ഉണ്ടാക്കുന്ന കമ്പനിയുടെ CEO ആണ്. ഇവരെല്ലാം കൂടെ എന്നെ വന്ന് കണ്ടുകഴിഞ്ഞിട്ട് പറഞ്ഞു, Father Bishop, we are all well placed in life. It was all because of the good training we got from you and from our school. So we want to return something to the school. അവരൊരു പ്രൊപ്പോസലുമായിട്ടാണ് എന്നെ വന്ന് കണ്ടത്. മറ്റൊന്നുമല്ല, ഈ അടുത്ത കാലത്ത് അന്തരിച്ച അബ്ദുൽ കലാമിൻ്റെ പേരിൽ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എൻ്റെ സ്കൂൾ ആവിഷ്കരിക്കുന്നതിനായിട്ടാണ് അവർ എന്നെ കണ്ടത്. അത് കേട്ട ഉടനെ തന്നെ ഞാനതിനെ സ്വാഗതം ചെയ്യുകയും ഞാൻ പോരുന്നതിന് ബുധനാഴ്ച ഞാൻ ആ സംഘടന എൻ്റെ സ്കൂളിൽ ഇനോഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു.
എൻ്റെ പേരാണ് കലാം മെമ്മോറിയൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം. എൻ്റെ ഇപ്പോൾ സ്കൂൾ പഠിക്കുന്ന ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ഈ കുട്ടികൾ ആരും അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, അവർ തന്നെത്താനെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതുന്നെങ്കിൽ അവർ ഭാവിയിൽ സമൂഹത്തിന് തിരിച്ചു കൊടുക്കും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആർദ്രയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രോഗ്രാമുമായി ആരെന്നെ സമീപിച്ചു കഴിഞ്ഞാലും ഞാനെന്നെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയും എന്നാൽ കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ചെങ്ങന്നൂർ മുൻ MLA ആയിരുന്ന ശോഭന ജോർജ് എന്നെ വന്ന് കണ്ടു. അവരോടൊപ്പം നമ്മുടെ തിരുവനന്തപുരത്തിനടുത്തുള്ള നിംസ് ഹോസ്പിറ്റലിലെ 2-3 പ്രവർത്തകരും എൻ്റെ ചുമതലക്കാരുണ്ടായിരുന്നു. അവർ ചെങ്ങന്നൂർ കേന്ദ്രമാക്കി ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ സന്നദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആ ചുമതല ഏറ്റെടുത്ത് അതിൻ്റെ പ്രസിഡന്റ് അതിൻ്റെ പേറ്ററായിട്ട് ആ സ്ഥാനം സ്വീകരിച്ചു. 1500 പേർക്ക് സൗജന്യ ചികിത്സ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും 2000-ൽ പരം ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുത്തു. അതുപോലെ തന്നെ 5 പേർക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് ഒരു തീരുമാനം വരുവാനുണ്ടായി. അതുപോലെ തന്നെ നീ ക്യാപ് സർജറി തുടങ്ങിയിട്ടുള്ള സർജറികളൊക്കെ സൗജന്യമാക്കി എടുക്കുന്നതിനായിട്ട് പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. അത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഓണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2500 പരം ഓണം കിറ്റുകൾ ഞങ്ങൾ ഈ സംഘടനയുടെ പേരിൽ കൊടുക്കുകയുണ്ടായി. ഇങ്ങനെ സമൂഹത്തിന് അതിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണെന്നുള്ള ചിന്ത എപ്പോഴും എന്നെ ഭരിക്കുന്നുണ്ട് എന്ന് ഓർമ്മിക്കട്ടെ. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ സഹായം ലഭിക്കുന്ന ആളുകൾ പിന്നീട് അത് സമൂഹത്തിന് തിരികെ തരും എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം കൂടെ എൻ്റെ അനുഭവം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 7ാം ക്ലാസ് വരെ ബറോഡയിലെ ഒരു നാമമാത്രമായി ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയാവുന്ന സ്കൂൾ പഠിച്ച ഒരു വിദ്യാർത്ഥി സൈക്കിളൊക്കെ കയറാൻ പഠിച്ചു. 8ാം ക്ലാസ് ആയപ്പോൾ എൻ്റെ സ്കൂളിൽ പ്രധാനപ്പെട്ട സ്കൂളിൽ ചേരാനായിട്ട് അപേക്ഷ കൊടുത്തു. പ്രിൻസിപ്പൽ ഇൻ്റർവ്യൂ നടത്തി രജിസ്റ്റർ അവൻ്റെ പേരില്ല. അന്ന് വൈകിട്ട് ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭവനത്തിലേക്ക് കാർ ഓടിച്ചു പോയി. കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കവറിൽ പോകുന്നത് ഒരു നടന്നു പോകണം. നടന്നു പോകുന്ന അവസരത്തിൽ ഒരു പയ്യൻ സൈക്കിളിൽ ഇങ്ങനെ കറങ്ങി നടന്നു. ഞാൻ വളരെയധികം അടുത്ത് ചെന്നു. ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി പറഞ്ഞു, ഗുഡ് ഈവനിങ് ഫാദർ. ഞാനവരെ ആദ്യം കാണും. ഒരുപക്ഷെ ഇൻ്റർവ്യൂവിന് രാവിലെ സ്കൂളിൽ വന്നപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാൻ ഇരിക്കുന്ന ഒരുപക്ഷെ കണ്ടു കാണുമായിരിക്കാം, എനിക്കറിയാം. ഞാൻ വരെ അറിയെ വിളിച്ച് തോളെ കയറ്റി ചോദിച്ചു, വാട്ട്സ് യുവർ ഗുഡ് നെയിം? അമിത് അഗർവാൾ. ഇൻ വിച്ച് സ്റ്റാൻഡേർഡ് ആർ യു? I was in 7th, promoted to 8th. In which school are you? ബറോഡയിലെ ഒരു നാമമാത്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഗുജറാത്തി മാനേജ്ഡ് സ്കൂൾ. അതിൻ്റെ പേര് പറഞ്ഞു. എനിക്ക് അവനോടൊരു അറിവുമ്പയായിട്ട് ഞാൻ ചോദിച്ചു, ആർ യു ഇൻട്രസ്റ്റഡ് ടു കം ടു ഗുജറാത്ത് റിഫൈൻഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആൻഡ് കണ്ടിന്യൂ യുവർ സ്റ്റഡീസ്? അനുഭവത്തിൽ പ്രസംഗം, യെസ് ഫാദർ. ഞാൻ പറഞ്ഞു, യുവർ വേർഡ്സ് അലോൺ വിൽ നോട്ട് ഡു. യുവർ പേരൻറ്റ്സ് ഓൾസോ വിൽ ഹാവ് വെൽക്മിങ് ദിസ്. Tomorrow by the evening flight I am going back to Kerala. If you see me before 4 o'clock we'll discuss it. ഇവൻ്റെ അപ്പനെ അമ്മയെ വിളിച്ചുകൊണ്ട് പിറ്റേഴ്സ് 3 മണിയായപ്പോൾ എൻ്റെ ഓഫീസിലാണ്. ഞാൻ വരെയോട് സംസാരിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു കമ്പനിയിലെ ക്ലർക്കാണ് എൻ്റെ അപ്പൻ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പ്രിൻസിപ്പലിന് കുറിപ്പെഴുതി വെച്ചു. ഞങ്ങളുടെ സ്കൂൾ രാവിലെ 7:30 മണി മുതൽ 12 വരെയുള്ളൂ. പ്രിൻസിപ്പൽ 2 വരെ കാണും. ഇത് 3:30 മണിയായി. ഞാൻ എഴുതി, പ്ലീസ് അഡ്മിറ്റ് അമിത് അഗർവാൾ സാലറി. ഞാൻ ആ കുറിപ്പെഴുതിയോട് വെച്ചിട്ട് പോകുന്നു. പിറ്റേ ദിവസം അവരെ അന്ന് പ്രിൻസിപ്പലിനെ കണ്ട് ഫീസ് കൊടുത്തിട്ട് സ്കൂൾ ചേർന്നു. 8, 9, 10. 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ സ്കൂളിലെ 1ാം റാങ്ക് അമിത് അഗർവാൾ. 11, 12 വീണ്ടും എൻ്റെ സ്കൂളിൽ തന്നെ പഠിച്ചു. 1ാം റാങ്ക് അമിത് അഗർവാൾ. ആ വർഷം അവൻ ബറോഡ മെഡിക്കൽ കോളേജ് അപ്ലൈ ചെയ്തെങ്കിലും വയസ്സിൻ്റെ കാര്യത്തിൽ അവൻ 3 ആഴ്ച കുറവുണ്ടായിരുന്നുകൊണ്ട് അഡ്മിഷൻ ലഭിച്ചവൻ MS യൂണിവേഴ്സിറ്റിയിൽ BSc സുവോളജിക്കാണ്. പിറ്റേ വർഷം
+2 റിസൾട്ട് വന്നതിനെ തുടർന്ന് അവൻ അപ്ലൈ ചെയ്തു. മെറിറ്റ് കോട്ടയിൽ ബറോഡ മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടി. MBBS ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. MD ജനറൽ മെഡിസിൻ പാസ്സായി. ഇന്ന് ബറോഡയിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ അമിത് അഗർവാൾ. അവന് ഗൈനക്കോളജിനെ വിവാഹം കഴിഞ്ഞ് ബറോഡ എയർപോർട്ടിൽ ലണ്ടനിലുള്ള ഒരു സ്ഥലത്ത് അവന് സ്വന്തം നഴ്സിംഗ്. അവന് വേറെ ഏതെങ്കിലും വലിയൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടാൻ നിർപ്രയാസമില്ലെങ്കിലും അവരെപ്പോഴും എന്നെ കാണും പറയും, ഫാദർ ഞങ്ങളോട് പറഞ്ഞ കാര്യമൊക്കെ എൻ്റെ കരുത്തിലുണ്ട്, അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ ഒക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ഈ നഴ്സിംഗ് തുടങ്ങിയതെന്ന് പറയും. കഴിഞ്ഞ പ്രാവശ്യം ബറോഡയിലായിരുന്ന സമയത്ത് എനിക്ക് അസുഖം വന്ന അവസരത്തിലും എന്നെ പരിചരിച്ചത് ഈ അമിത് അഗർവാൾ തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഉപദേശങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അവർ തിരിച്ച് സമൂഹത്തിന് കൊടുക്കുമെന്നുള്ളത് എൻ്റെ പല അനുഭവങ്ങളും എനിക്ക് പറയാനായിട്ട് സാധിക്കും. സമയമില്ലാത്തതുകൊണ്ട് എന്നെ നിലയ്ക്ക് കടക്കുന്നില്ല. ആർദ്ര വിവിധ മേഖലകളെ ശ്രദ്ധിച്ച് ഓരോ നൂതനങ്ങളായിട്ട് പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകണം. നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടാകണം. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ഞങ്ങളുടെയൊക്കെയും ആഗ്രഹം. ഐസക് സാറ് ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒരു പുതിയ ഉണർവ് എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്ന വസ്തുതയാണ്. ഇനിയും മുമ്പോട്ട് പോകുന്ന അവസരത്തിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ഇന്ന് ഈ യോഗം ഈ ദിവസം ക്രമീകരിക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ പരിശുദ്ധ ബാബാദേവിയുടെ ജന്മദിനം 70ാം ജന്മദിനം നാളെയാണ്. നാളെ ഞായറാഴ്ച പ്രോഗ്രാം ക്രമീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ തൊട്ട് തലേദിവസം ഈ ക്രമീകരിച്ചത്. ഈ കുഞ്ഞുങ്ങളോടൊപ്പം ബാബാദേവി ബർത്ത്ഡേ ആഘോഷിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ടാകും. ഞാനും അത് തന്നെയാണ് ചെയ്യാറുള്ളത്. എൻ്റെ ജന്മദിനത്തിൽ ഒന്നുകിൽ ഓതറ ബന്ധത്തിൽ ആശാപോലെ മെൻ്റലി റേറ്റാണ് കുഞ്ഞുങ്ങളോടൊപ്പമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അതിന് ഭക്ഷണം ചെയ്യും അവിടെ എല്ലാവരോടും പങ്കെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ മിഷൻ ബോർഡിൻ്റെ വകയായിട്ട് ചേർന്ന ഒരു ശാന്തിതീരം എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ക്യാൻസർ പേഷ്യൻസിനെ മാത്രം താമസിപ്പിച്ച് പരിഹരിക്കുന്നു. ഒന്നിൽ അവരുടെ കൂടെ ആയിരിക്കും ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് സ്വാതന്ത്ര്യം സ്കൂളിൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ബാബാതിരുവേലി ഈ ഓണം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആർദ്ര സൊസൈറ്റിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ബാബാതിരുവേലിക്ക് ദീർഘായുസ്സ് നേരുന്നു. കൂടുതൽ ശക്തനായി മുമ്പോട്ട് പോകുന്നത് ദൈവവിടെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ